ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുംബൈയിലെ ന്യൂ ഇയർ ആഘോഷത്തിനുള്ള പാചകമാണ് നടക്കുന്നത്. നല്ല അടിപൊളി പോത്തിറച്ചി. അയ്യോ, ഇതിൽ പോത്തെവിടെ പോയി? ഇറങ്ങി ഓടിയാ? ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ മെയിൻ പാചകക്കാരൻ കല്യാൺ റെയിൽവേ ഹോസ്പിറ്റലിലെ ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടായ കരുനാഗപ്പള്ളി രതീഷ് ഏട്ടനാണ്. രതീഷ് ഏട്ടനെ ഉള്ളി അരിഞ്ഞ് സഹായിച്ചുകൊണ്ട് മുൻപന്തിയിൽ തന്നെ നമ്മൾ സുശീലാമ്മയുണ്ട്. ഇത് സുമേഷ്, 2000 പേരുടെ ജീവനം കൊണ്ടുപോകുന്ന നമ്മുടെ റെയിൽവേയുടെ ലോക്കോ പൈലറ്റ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇത് റെഡിയായ ഉടനെ കഴിക്കണം. അങ്ങനെ ഞങ്ങളുടെ പോത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്കിനി കപ്പയും ഉണ്ട്, അതുപോലെ തന്നെ പൊറോട്ടയും ഉണ്ട്. പിന്നെ നമുക്ക് കിടന്ന് കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഓർഡറും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കപ്പയെ ഞാൻ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ അങ്ങോട്ട് മാറി നിലടാ ചെക്കാന്നും പറഞ്ഞു ലീലാമ്മ ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തു. പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി കൺട്രാക്ട് വിടലായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ മലബാർ പൊറോട്ട റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. പിന്നെ അതിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങി. കിച്ചണിൽ മാറാതെ നിൽക്കുന്ന രതീഷ് ഏട്ടനെ തള്ളി മാറ്റിക്കൊണ്ട് കല്യാൺ റെയിൽവേ ഹോസ്പിറ്റലിലെ ലാബ് സൂപ്രണ്ടായ പുതുക്കുളങ്ങര ചാങ്ങാക്കാരി സഫ്നാമയും കൂടെ ഡിവൈൻ പബ്ലിക് സ്കൂൾ ടീച്ചറായ പാരിപ്പള്ളിക്കാരി ഗോപിക എന്ന കാർത്തുവും ആ ജോലി അങ്ങ് ഏറ്റെടുത്തു. ആ ദേശം പൊറോട്ടയോടങ്ങ് തീർത്തോണ്ട് രതീഷ് ഏട്ടൻ. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകൻ ചിക്കൻ ബിരിയാണി ഇങ്ങെത്തി. അടുക്കള പരിപാടികളെല്ലാം ഒതുക്കി എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കാനും തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കും ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവരിരുന്നാൽ ചിലപ്പോൾ സീരിയൽ എങ്ങാനും ഇടും. അങ്ങനെ വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് കഴിക്കാം. പിന്നൊന്നും നോക്കിയില്ല, ദമ്മങ്ങ് പൊട്ടിച്ചു. ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ വിളമ്പാനും എനിക്കറിയാമെന്നും പറഞ്ഞ് രതീഷ് ഏട്ടൻ വിളമ്പാനും തുടങ്ങി. എല്ലാം സെറ്റാക്കി ചെറുതിനെയും വലുതിനെയും എല്ലാം പിടിച്ചങ്ങ് ഇരുത്തി. ഇതുവരെ ചറപറ അലച്ചോണ്ടിരുന്നവരാണ് ഇപ്പം പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലാത്തവരെ പോലെ ഇരുന്ന് അറഞ്ചം പുറഞ്ചം ചാപ്പാടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു ഏമ്പക്കം വിട്ടോണ്ട് ഞങ്ങളങ്ങ് തുടങ്ങി ന്യൂ ഇയർ ആഘോഷം. പെണ്ണുങ്ങളൊക്കെ 4 വഴി കഴിച്ചോടി. കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മല ചെണ്ടും കൊണ്ട് വാ ആട്ടിയോ. കരുത്തന്മാരുടെ പട്ടാളം നെഞ്ചു വിരിച്ചോണ്ട് കാഞ്ചി വലിക്കണ പട്ടാളം. മകള മുക്കുമ്പോൾ ചടിപ്പിള്ളാരെ മുക്കാലും കെട്ടണ പട്ടാളം. ഞാനി പറന്നെത്തി തീമഴ പെയ്യും പട്ടാളം. വെള്ളിക്കോലും സിട്ട കാലത്ത് കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം. നിനക്ക് മാത്രം നിനക്ക് മാത്രമാ സുന്ദരിയേ വാ വെണ്ണിലവേ വാ.